ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീച്ച് ഇംഗ്ലീഷ് ചാനലിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ലെസൺ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീയിലെ ടെക്സ്ച്വൽ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എല്ലാ ആക്ടിവിറ്റികളുടെയും പൂർണ്ണമായ ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ നൽകുന്നുണ്ട്. വൊക്കാബുലറി ആക്ടിവിറ്റീസ് ഏറ്റവും ഒടുവിലായി നൽകിയിട്ടുണ്ട്. ഇത് ഉപകാരപ്രദമെങ്കിൽ വീണ്ടും ഇതേപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഫസ്റ്റ് ആക്ടിവിറ്റി, റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ട്രീ. കഥ ഒന്നുകൂടി വായിക്കുക, അതിനുശേഷം തന്നിരിക്കുന്ന സ്റ്റോറി ട്രീ കംപ്ലീറ്റ് ആക്കുക, പൂർണ്ണമാക്കുക. ക്യാരക്ടേഴ്സ്, മെയിൻ ഇവൻറ്റ്സ് എന്നിവയാണ് നാം ഇതിൽ ഫിൽ ഇൻ ചെയ്യേണ്ടത്. ക്യാരക്ടേഴ്സ്, കഥയിലെ കഥാപാത്രങ്ങൾ. മെയിൻ ഇവൻറ്റ്സ്, പ്രധാന സംഭവങ്ങൾ. ആൻസർ: ക്യാരക്ടേഴ്സ്. Grey mongoose, a superb fighter, clever and aggressive. Myna, a spectator. Young jungle crow, a spectator. Black cobra, skillful and experienced fighter. White rat, grandfather bought it from the bazaar. ഒന്നാമത്തെ ക്യാരക്ടർ ഗ്രേ മംഗൂസ് ആണ്. സൂത്രശാലിയും ആക്രമണ സ്വഭാവമുള്ള മികച്ച ഒരു ഫൈറ്ററാണ് അവൻ. മൈനയും ജംഗിൾ ക്രോയും കാഴ്ചക്കാരാണ്. ബ്ലാക്ക് കോബ്ര വളരെ പരിചയസമ്പത്തുള്ള പ്രാവീണ്യമുള്ള ഒരു യോദ്ധാവാണ്. പിന്നെ വലിയച്ഛൻ ബസാറിൽ നിന്നും വാങ്ങിയ ഒരു വെള്ള എലി. ഇവയൊക്കെയാണ് ക്യാരക്ടേഴ്സ്. ദെൻ മെയിൻ ഇവൻറ്റ്സ്, ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് മംഗൂസ്. കഥയുള്ള പ്രധാന സംഭവങ്ങളിലൊന്ന് കീരിയും മൂർഖൻ പാമ്പും തമ്മിലുള്ള യുദ്ധമാണ്. മറ്റൊന്ന് ബർത്ത് ഓഫ് 3 വൈറ്റ് സ്ക്യൂറൽസ്. 3 വെള്ള അണ്ണാറക്കണ്ണന്മാരുടെ ജനനമാണ് മറ്റൊന്ന്. കഥയുടെ സെറ്റിങ്, പശ്ചാത്തലം ബനിയൻ ട്രീ ആണ്, ആൽമരം. അതേപോലെ തന്നെ എൻ ഓൾഡ് ഹൗസ്, ഒരു പഴയ വീടും. ആക്ടിവിറ്റി 2, The boy was very much thrilled by his acquaintance with the squirrel. അണ്ണാറക്കണ്ണനുമായുള്ള ചങ്ങാത്തത്തിൽ കുട്ടി വളരെ ആവേശഭരിതനായിരുന്നു. He writes a letter to his friend telling him about his new friend. തൻ്റെ പുതിയ കൂട്ടുകാരനെ കുറിച്ച് അവൻ തൻ്റെ ഒരു സുഹൃത്തിന് കത്തെഴുതുന്നു. Help him complete the letter. ആ കത്ത് പൂർത്തിയാക്കാൻ അവനെ ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കത്തിൻ്റെ ഏതാനും ഭാഗം ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. അഡ്രസ് ഉണ്ട്, പിന്നെ അതിലൊരു സല്യൂട്ടേഷൻ ഉണ്ട്. ഡിയർ ശ്രാവൺ, ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ദർ. നീ നിന്റെ വെക്കേഷൻ ആസ്വദിക്കുകയാണെന്ന് കരുതുന്നു. അടുത്ത ഏതാനും ഭാഗം ബ്ലാങ്ക് ആണ്, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ആൻസർ: ഐവി കോട്ടേജ്, ലാൻഡർ കന്റോൺമെന്റ്, ദറാദൂൺ. ലെറ്റർ അയക്കുന്ന കുട്ടിയുടെ അഡ്രസ് 28 ഏപ്രിൽ 1997. ലെറ്റർ എഴുതുന്ന ദിവസത്തിൻ്റെ ഡേറ്റ്. ഡിയർ ശ്രാവൺ, സല്യൂട്ടേഷൻ ആണ്, അഭിവാദനം ചെയ്യുകയാണ്. ഡിയർ ശ്രാവൺ, ഡിയർ ഫ്രണ്ട്. ഹൗ ആർ യു? ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ ദർ. നീ നിന്റെ വെക്കേഷൻ അവിടെ ആസ്വദിക്കുകയാണ് എന്ന് കരുതുന്നു. ഐ ആം ലിവിങ് വിത്ത് മൈ ഗ്രാൻഡ് പാരൻസ് അറ്റ് ദറ. ഞാൻ ദറാദൂണിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഹിയർ വി ഹാവ് എ മാഗ്നിഫിസൻറ്റ് ഓൾഡ് ബാനിയൻ ട്രീ ഇൻ ദ ഗാർഡൻ. ഇവിടെ തോട്ടത്തിൽ വളരെ ഗാംഭീര്യമാർന്ന പഴയ ഒരു ആൽമരം ഉണ്ട്. ഐ ഹാഡ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം ഇൻ ദ ട്രീ ആൻഡ് സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ദർ. ആ മരത്തിന് മുകളിൽ ഞാനൊരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് സമയം അവിടെ ചെലവഴിക്കുന്നു. ഐ ഗോട്ട് എ ന്യൂ ഫ്രണ്ട് ഹിയർ, എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. എനിക്കിവിടെ പുതിയൊരു കൂട്ടുകാരനെ കിട്ടി, ഒരു ചാരനിറത്തിലുള്ള ഒരു ചെറിയ അണ്ണാറക്കണ്ണൻ. ഇൻ ദ ബിഗിനിങ് ഹി ഡിസ്ലൈക്ഡ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. അവൻ്റെ സ്വകാര്യതയിലേക്കുള്ള എൻ്റെ കടന്നുകയറ്റത്തെ അവൻ ആദ്യമേ ഇഷ്ടപ്പെട്ടിരുന്നില്ല. But when he found that I was not going to hurt him with a catapult or air gun. പക്ഷേ ഞാൻ ഒരു എയർ ഗൺ കൊണ്ടോ അല്ലെങ്കിൽ കാറ്റാപ്പിൾട്ട് കൊണ്ടോ അവനെ ഹേർട്ട് ചെയ്യില്ല, ഉപദ്രവിക്കില്ല എന്ന് അവന് മനസ്സിലാക്കിയപ്പോൾ he became friendlier. അവൻ എന്നോട് കൂടുതൽ സൗഹൃദത്തിലായി. കാറ്റാപ്പിൾട്ട് മീൻസ് കവണ. ഐ സ്റ്റാർട്ടഡ് ഗിവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്സ്. ഞാൻ അവന് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും കഷ്ണങ്ങൾ നൽകാൻ തുടങ്ങി.
Then he grew bolder and finally became familiar enough to take food from my hands or pockets. അതിനുശേഷം അവൻ കൂടുതൽ ധൈര്യം അവലംബിക്കുകയും ഒടുവിൽ എൻ്റെ കൈകളിൽ നിന്നോ അതല്ലെങ്കിൽ പോക്കറ്റിൽ നിന്നോ ഭക്ഷണമെടുത്ത് കഴിക്കാനുള്ള പരിചയം നേടുകയും ചെയ്തു. ഹീ ഈസ് എ വെരി യങ് സ്ക്വിറൽ. അവനൊരു കൊച്ചു അണ്ണാറക്കണ്ണനാണ്. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് മേ തിങ്ക്. അവൻ്റെ കൂട്ടുകാരും ബന്ധുക്കളും ഒരുപക്ഷെ വിചാരിക്കും ഹി ഈസ് എ സ്ട്രോങ്. അവൻ ഒരു താന്തോന്നിയാണെന്ന്, തന്നിഷ്ടക്കാരനാണെന്ന്, അല്ലെങ്കിൽ എടുത്തുചാട്ടക്കാരനാണെന്ന്. ആൻഡ് ഫൂളിഷ്, വിഡ്ഢിയുമാണെന്ന്. ഫോർ ട്രസ്റ്റിംഗ് മീ, എന്നെ ഇങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട്. ഐ ടേക്ക് ഹിം വിത്ത് മീ വെർ എവർ ഐ ഗോ. പോകുന്നിടത്തൊക്കെ ഞാൻ അവനെ കൊണ്ടുപോകാറുണ്ട്. എനിവേ ഐ ആം എൻജോയിങ് മൈ വെക്കേഷൻ. ഏതായാലും ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ വെക്കേഷൻ ആസ്വദിക്കുന്നു. വെയിറ്റിംഗ് ടു സീ യു സൂൺ. നിന്നെ ഉടനെ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, കാത്തിരുന്നുകൊണ്ട്. യുവേഴ്സ് ലവിംഗ്ലി സൈൻഡ് നെയിം ഓഫ് ദ ബോയ്. തേർഡ് ആക്ടിവിറ്റി, വാച്ചിങ് ദ നേച്ചർ അറൗണ്ട് us ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ വീക്ഷിക്കുക എന്നുള്ളത് വളരെ രസകരമാണ്. ഈച്ച് ആൻഡ് എവറി ലിവിങ് ബീങ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. പ്രകൃതിയുള്ള ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. In the story narrates certain features of few animals. കഥയിലുള്ള കുട്ടി ഏതാനും ചില മൃഗങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ച് പറയുന്നുണ്ട്. ലിസ്റ്റ് them out. ആ ലിസ്റ്റ് തയ്യാറാക്കുക. The squirrel was very young. It was small and grey in color. Finding the boy not harmful, it became very friendly with him. It trusted the boy and even took food from his hands. അപ്പോൾ അവൻ്റെ ആദ്യത്തെ ചങ്ങായി മാറിയ കൊച്ചു അണ്ണാറക്കണ്ണനെ കുറിച്ചാണ്. വളരെ നന്ന ചെറിയ ഒരു അണ്ണാറക്കണ്ണനായിരുന്നു. അതിന് ചാരനിറമായിരുന്നു. കുട്ടി ഒരു അപകടകാരിയല്ല എന്ന് കണ്ടപ്പോൾ അവനോടത് ചങ്ങാത്തത്തിലായി. ആ കുട്ടിയെ വിശ്വസിക്കുകയും അവൻ്റെ കൈകളിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ദ സ്നേക്ക്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ സ്നേക്ക്? ആ പാമ്പിൻ്റെ, കോബ്രയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ദ മംഗൂസ്, കീരിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ കഥ ഒന്നുകൂടി വായിച്ച് നോക്കിയിട്ട് ആ ഭാഗം വരുന്ന പാരഗ്രാഫിൽ നോക്കി വായിച്ചതിന് ശേഷം ഉത്തരം ഇവിടെ എഴുതാം. ആക്ടിവിറ്റി 3ൻ്റെ ഉത്തരം: ദ സ്നേക്ക്. The cobra was skillful and an experienced fighter. കോബ്ര വൈദഗ്ധ്യമുള്ളതും പരിചയസമ്പത്തുമുള്ള ഒരു ഫൈറ്ററായിരുന്നു. He could move swiftly and strike with the speed of light. അതിവേഗത്തിൽ നീങ്ങാനും പ്രകാശവേഗതയിൽ തൻ്റെ ശത്രുക്കളെ കൊത്താനുമുള്ള കഴിവ് അതിനുണ്ടായിരുന്നു. And the sacs behind his long sharp fangs were full of venom. അതിൻ്റെ നീണ്ട കൂർത്ത പല്ലുകൾക്ക് പിറകെയുള്ള അറകളിൽ നിറയെ കടുത്ത വിഷമായിരുന്നു. മറ്റൊന്ന് മംഗൂസ്. ദ ഗ്രേ മംഗൂസ് വാസ് 3 feet long. ഹി വാസ് എ സൂപ്പർ ഫൈറ്റർ, ക്ലെവർ ആൻഡ് അഗ്രസീവ്. മംഗൂസ് 3 അടി നീളമുള്ള കീരി, ചാരനിറത്തുള്ള കീരി, മികച്ച ഫൈറ്ററും അക്രമ സ്വഭാവമുള്ളവനും തന്ത്രശാലിയുമായിരുന്നു. ആക്ടിവിറ്റി 4. The boy was thrilled at seeing the fight between the cobra and the mongoose. കീരിയും മൂർഖൻ പാമ്പും തമ്മിലുള്ള യുദ്ധം കണ്ടത് കുട്ടിയെ വളരെ ആവേശത്തിലാക്കി. യു മേ ഓൾസോ ഹാവ് സെയിം ഫീലിംഗ്. നിങ്ങൾക്കും ഒരുപക്ഷെ അതേ ഫീലിങ്സ് ഉണ്ടാവാം. നറേറ്റ് ദ ഫൈറ്റ് സീൻ ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങളുടെ വാക്കുകളിൽ കോബ്രയുടെയും കീരിയുടെയും മൂർഖൻ പാമ്പിൻ്റെയും കീരിയുടെയും യുദ്ധത്തെ വിശദീകരിക്കുക. നിങ്ങളുടെ വാക്കുകളിൽ ആ ഒരു മൂർഖൻ പാമ്പിൻ്റെയും കീരിയുടെയും ആക്രമണം നിങ്ങളുടെ വാക്കുകളിൽ പറയുക. ആൻസർ: ദ ബോയ് വാസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം ഹാഫ് വേ അപ്പ് ദ ട്രീ. അപ്പോൾ കഥ തുടങ്ങി വെച്ചതാണ്. ബാക്കി ഭാഗം നമ്മൾ നരേറ്റ് ചെയ്യണം. അപ്പോൾ കഥ ഒരിക്കൽ കൂടി റീവിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ വാക്കുകളിൽ, അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കുകൾ കടം കൊണ്ടുകൊണ്ട് നമുക്ക് എഴുതാം. ആൻസർ: The boy was sitting on the platform which was built halfway up the tree. മരത്തിൻ്റെ പാതി ഉയരത്തിൽ നിർമ്മിക്കപ്പെട്ട പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു കുട്ടി. He saw a huge black cobra and a mongoose coming out of the bushes. കുറ്റിക്കാട്ടിന് ഇടയിൽ നിന്നും ഒരു കീരിയും കറുത്ത മൂർഖൻ പാമ്പും പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടു. Both animals did not see the boy sitting up.
the tree. മരത്തിന് മുകളിൽ അവൻ ഇരിക്കുന്നത് രണ്ട് മൃഗങ്ങളും കണ്ടിരുന്നില്ല. Then two other spectators came. പിന്നെ മറ്റ് രണ്ട് കാഴ്ചക്കാർ കൂടി വന്നു. A crow and a myna. ഒരു കാക്കയും മറ്റൊരു മൈനയും. The mongoose opened attack. ആക്രമണം ആദ്യം തുടങ്ങിയത് കീരിയായിരുന്നു. When cobra struck the mongoose for the first time. മൂർഖൻ പാമ്പ് കീരിയെ ആദ്യമായിട്ട് കൊത്തിയപ്പോൾ. The crow and myna dived at the snake. കാക്കയും മൈനയും പാമ്പിന് നേരെ പറന്നു ചെന്നു. ബട്ട് കൊളൈഡഡ് ഇൻ ദ മിഡ് എയർ. പക്ഷെ രണ്ടുപേരും പാതി വഴിയിൽ കൂട്ടിമുട്ടി. ദേ റിട്ടേൺഡ് സേഫ്ലി ടു ദ കാക്ടസ്. അവർ സുരക്ഷിതരായി കള്ളിച്ചെടിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. ദിസ് ഹാപ്പൻഡ് ട്വൈസ്. 2 തവണ ഇങ്ങനെ സംഭവിച്ചു. ദ തേർഡ് ടൈം ദേ ഡിഡ് ദിസ് they missed each other as well as their mark. 3-ാമത്തെ തവണ അതേപോലെ അവർ ശ്രമിച്ചപ്പോൾ അവർക്ക് അവരുടെ ലക്ഷ്യവും അവരുടെ നിയന്ത്രണവും നഷ്ടപ്പെട്ടു. ദ മൈന റിട്ടേൺഡ് സേഫ്ലി ടു ഇറ്റ്സ് പേർച്ച്. മൈന നേരത്തെ ഇരുന്ന കള്ളിച്ചെടിയിലേക്ക് തന്നെ തിരിച്ചെത്തി. ബട്ട് ദ ക്രോ കുഡിൻറ്റ് സേവ് ഇറ്റ്സ് ലൈഫ്. പക്ഷേ കാക്കക്ക് അതിൻ്റെ ജീവനെ രക്ഷിക്കാനായില്ല. ഇൻസ്റ്റഡ് ഗോട്ട് ഹിറ്റ് വെരി ഷാർപ്ലി ബൈ ദ കോബ്ര ആൻഡ് ഡൈഡ്. പകരം മൂർഖൻ പാമ്പിൻ്റെ മാരകമായ കൊത്തേറ്റുകൊണ്ട് അത് ചത്തു. ദ ഫൈറ്റ് കണ്ടിന്യൂഡ് ഫോർ എ ലോങ് ടൈം. കീരിയും പാമ്പും തമ്മിലുള്ള ആക്രമണം കുറേ സമയം നീണ്ടു നിന്നു. ദ കോബ്ര വാസ് വീക്കനിങ്. മൂർഖൻ പാമ്പ് ക്ഷീണിക്കുകയായിരുന്നു. ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ്. അപ്പോൾ കീരി വളരെ ഭയരഹിതമായിട്ട് പാമ്പിന്റെ നേരെ നടന്നു ചെന്നു. റേസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ്. അവന്റെ കുറിയ കാലുകളിൽ പരമാവധി ഉയർന്നു നിന്നുകൊണ്ട് വിത്ത് ലൈറ്റനിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. അതിവേഗത്തിൽ അവൻ പാമ്പിന്റെ തലയിൽ കടിച്ചു. ദ കോബ്ര റൈദഡ് ആൻഡ് ലാഷ്ഡ് അബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. കോബ്ര പുളയുകയും വാലിട്ടടിക്കുകയും ഒക്കെ ചെയ്തു നോക്കി. ആൻഡ് ഈവൻ കോയിൽഡ് ഇറ്റ് സെൽഫ് അബൌട്ട് ദ മംഗൂസ്. കീരിയുടെ ശരീരത്തിൽ അത് പിണഞ്ഞു. ബട്ട് ഓൾ ടു നോ എവെയിൽ. പക്ഷെ അതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല. ദ മംഗൂസ് ഓവർ പവേർഡ് ദ സ്നേക്ക്. കീരി പാമ്പിനെ അതിജയിച്ചു, അതിനെ കീഴ്പ്പെടുത്തി. ആൻഡ് ഇറ്റ് സീസ്ഡ് ടു സ്ട്രഗിൾ. പാമ്പ് അനക്കമറ്റു. ദ മംഗൂസ് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻസൈഡ് ദ ബുഷസ്. കീരി പാമ്പിനെ ഒരു കുറ്റിക്കാട്ടിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ദ മൈന പിയേർഡ് ഇൻ ടു ദ ബുഷസ് ഫ്രം എ സേഫ് ഡിസ്റ്റൻസ്. മൈന ആ കുറ്റിക്കാട്ടിനുള്ളിലേക്ക് സുരക്ഷിതമായ ഒരു അകലത്തിൽ നിന്ന് ഒളിഞ്ഞു നോക്കി. ഗേവ് എ ഷ്രിൽ ക്രൈ ഓഫ് കൺഗ്രാറ്റുലേഷൻ. കീരിയെ അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള ഒരു കരച്ചിലോടുകൂടി ഇറ്റ് ഫ്ലൂ എവേ. അത് പറന്നുപോയി. Activity 5. And amongst the wall were the 3 baby squirrels, all of them white. നമുക്കറിയാം ഇത് കഥയുടെ അവസാന ഭാഗത്തിൽ വരുന്നതാണ്. കമ്പിളി കഷ്ണങ്ങളുടെ ഇടയിൽ 3 ചെറിയ അണ്ണാറക്കണ്ണന്മാരുണ്ടായിരുന്നു. അവ 3ഉം വെളുത്തതായിരുന്നു. ദ ബോയ് കുഡിൻറ്റ് സ്റ്റോപ്പ് വണ്ടറിങ് അബൌട്ട് ദ വൈറ്റ് സ്ക്വിറൽസ്. വെള്ള അണ്ണാറക്കണ്ണന്മാരെ കുറിച്ച് കുട്ടിക്ക് ആശ്ചര്യപ്പെടാതിരിക്കാൻ കഴിയുന്നില്ല. ഇഫ് ഹി സ്ക്രിബിൾഡ് ഡൗൺ ഹിസ് അൺഫോർഗറ്റബിൾ സൈറ്റ് ഇൻ ഹിസ് ഡയറി, ഹൗ വുഡ് ഇറ്റ് ബി? അവൻ്റെ മറക്കാത്ത ആ ഒരു അനുഭവം, ആ ഒരു കാഴ്ച ഒരു ഡയറിയിലേക്ക് എഴുതുകയാണെങ്കിൽ അതെങ്ങനെയുണ്ടാവും? 29th May 2021 സാറ്റർഡേ. ഡയറിയുടെ ഡേറ്റ് ആണ് എഴുതിയിരിക്കുന്നത്. വൗ, ടുഡേ ഈസ് ദ മോസ്റ്റ് മെമ്മറബിൾ ഡേ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഓർമ്മിക്കത്തക്ക ദിനമാണ് ഇന്ന്. മൈ ഫ്രണ്ട് ദ യങ് ഗ്രേ സ്ക്വിറൽ ഹാവ് ഗിവൺ ബർത്ത് ടു 3 ബ്യൂട്ടിഫുൾ വൈറ്റ് ബേബി സ്ക്വിറൽസ്. എൻ്റെ സുഹൃത്തായിട്ടുള്ള കൊച്ചു അണ്ണാറക്കണ്ണൻ അതിമനോഹരമായ 3 വെള്ള അണ്ണാറക്കണ്ണന്മാർക്ക് ജന്മം നൽകിയിരിക്കുന്നു. ഐ ആം സോ എക്സൈറ്റഡ്. ഞാൻ ആകെ ആവേശഭരിതനാണ്. ഇറ്റ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ദാറ്റ് ഐ സീ വൈറ്റ് സ്ക്വിറൽസ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ വെള്ള അണ്ണാറക്കണ്ണന്മാരെ കാണുന്നത്. ഗ്രാൻഡ് ഫാദർ ടു ഹാഡ് നോട്ട് സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. എൻ്റെ വല്യച്ഛനും ഇതിനു മുമ്പേ വെള്ള അണ്ണാറക്കണ്ണന്മാരെ കണ്ടിട്ടില്ല. വി വെർ പസിൽഡ് അറ്റ് ഫസ്റ്റ്. ഞങ്ങൾ ആദ്യം അത്ഭുതപ്പെട്ടു പോയി. I mentioned the white rat's frequent visits to the banyan tree. പിന്നെ ഞാൻ വെള്ള എലിയുടെ ഇടയ്ക്കിടെയുള്ള ആൽമര സന്ദർശനത്തെക്കുറിച്ച് വല്യച്ഛനോട് പറഞ്ഞു. ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ ഫാദർ ഓഫ് ദ സ്ക്വിറൽസ് മസ്റ്റ് ബി ദ വൈറ്റ് റാറ്റ്. അപ്പോൾ ആ വെള്ള അണ്ണാറക്കണ്ണന്മാരുടെ അച്ഛൻ ആ വെളുത്ത എലിയായിരിക്കണമെന്ന് വല്യച്ഛൻ പറഞ്ഞു. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. എലികളും അണ്ണാറക്കണ്ണന്മാരും പരസ്പര ബന്ധമുള്ളവരാണ്. ദിസ് വെക്കേഷൻ ഗേവ് മീ എ ലോട്ട് ഓഫ് മെമ്മറീസ് ടു ചെറിഷ്. എനിക്ക് താലോലിക്കാൻ ഒത്തിരി ഓർമ്മകളെ ഈ വെക്കേഷൻ
ഈ ഒഴിവുകാലം തന്നിട്ടുണ്ട്. ഐ ആം വെരി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് 3 ന്യൂ ഫ്രണ്ട്സ് ടു പ്ലേ വിത്ത്. 3 പുതിയ കൂട്ടുകാരെ കിട്ടിയതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ആക്ടിവിറ്റി 6. The silhouettes of some scenes from the story are given here. കഥയിലുള്ള ഏതാനും സീനുകളുടെ നിഴൽ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. സിലുവേറ്റ്സ് മീൻസ് നിഴൽ ചിത്രങ്ങൾ. ഐഡന്റിഫൈ ദ സീൻസ് ആൻഡ് ഗിവ് കട്ട് ലൈൻ. ആ സീനുകൾ മനസ്സിലാക്കി ചെറിയ കുറിപ്പെഴുതുക. The boy used to spend his afternoons on the banyan tree reading books. കുട്ടി തന്റെ ഉച്ച കഴിഞ്ഞ സമയങ്ങളിൽ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് ആൽമരത്തിൽ ചെലവഴിക്കാറുണ്ടായിരുന്നു. The cobra whipped his head back and struck with great force, his snout thudding against the crow's body. കോബ്ര തന്റെ കഴുത്ത് പുറകോട്ട് തിരിച്ചുകൊണ്ട് വളരെയേറെ ശക്തിയോടുകൂടി കാക്കയുടെ ശരീരത്തിൽ കുത്തി. The mongoose grimly held on to the snake until it had ceased to struggle and dragged the snake into the bushes. പാമ്പ് തൻ്റെ പരിശ്രമങ്ങൾ അവസാനിപ്പിക്കുന്നതുവരെ കീരി പാമ്പിൻ്റെ കഴുത്തിൽ ശക്തമായിട്ട് കടിച്ച് തൂങ്ങി ഒടുവിൽ അതിനെ കുറ്റിക്കാടിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. The grey squirrel and the white rat became friends. ഗ്രേ സ്ക്വിറലും വെളുത്ത എലിയും സുഹൃത്തുക്കളായി. They would go off together on little excursions among the branches. അവർ രണ്ടുപേരും മരങ്ങളുടെ കൊമ്പുകൾക്കിടയിലേക്ക് ചെറിയ ചെറിയ യാത്രകൾ നടത്തുമായിരുന്നു. Then the last one, 3 white baby squirrels were born. As a result, 3 വെളുത്ത അണ്ണാറക്കണ്ണന്മാർ ജനിച്ചു. Based on the cut line, prepare a narrative. നേരത്തെ തന്നിരിക്കുന്ന നാം കണ്ട കട്ട് ലൈനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ആഖ്യാനം തയ്യാറാക്കുക. ആൻസർ: This is a story of a boy who lived with his grandparents. തൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെ താമസിച്ചിരുന്ന ഒരു കുട്ടിയുടെ കഥയാണിത്. He was the owner of a large banyan tree. അവൻ വലിയൊരു ആൽമരത്തിൻ്റെ ഉടമയായിരുന്നു. That had squirrels and birds of all kinds. ആ മരത്തിൽ അണ്ണാറക്കണ്ണന്മാരും വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളുമൊക്കെ താമസിച്ചിരുന്നു. He became very friendly with a grey squirrel in the banyan tree. ആൽമരത്തിലുള്ള ഒരു ചാര നിറത്തിലുള്ള അണ്ണാറക്കണ്ണനുമായി അവൻ വളരെ സൗഹൃദത്തിലായി. The boy used to read adventurous books. ആ കുട്ടി സാഹസിക പുസ്തകങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. Sitting on the platform he had constructed. മരത്തിൽ അവൻ സ്ഥാപിച്ച പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട്. One day he witnessed a fight between a cobra and a mongoose. ഒരു ദിവസം ഒരു കീരിയും മൂർഖൻ പാമ്പും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവൻ കാണാനിടയായി. അത്തരമൊരു ഏറ്റുമുട്ടലിന് അവന് സാക്ഷിയായി. while sitting on the tree, മരത്തിൽ ഇരിക്കെ. The fight was witnessed by 2 other spectators. മറ്റ് 2 കാഴ്ചക്കാരും ആ ഫൈറ്റ് കാണുന്നുണ്ടായിരുന്നു. a myna and a crow. ഒരു മൈനയും ഒരു കാക്കയും. The cobra hit the crow fatally and it died. മൂർഖൻ പാമ്പ് കാക്കയെ മാരകമായി കൊത്തിയതുകൊണ്ട് അത് ചത്തു. The myna returned safely to the cactus. മൈന കള്ളിച്ചെടിയിലേക്ക് സുരക്ഷിതമായിട്ട് മടങ്ങി. Mongoose won the fight. യുദ്ധത്തിൽ കീരി വിജയിച്ചു. And it dragged the snake into the bushes. പാമ്പിനെ അത് കുറ്റിച്ചെടികൾക്കിടയിലേക്ക് വലിച്ചു കൊണ്ടുപോയി. While the myna gave a shrill cry of congratulation and flew away. ആ സമയത്ത് മൈന കീരിയെ അഭിനന്ദിച്ചുകൊണ്ട് കരഞ്ഞതിന് ശേഷം പറന്നുപോയി. The friend of the boy, the grey squirrel, became friends with a white rat. കുട്ടിയുടെ സുഹൃത്തായിരുന്ന അണ്ണാറക്കണ്ണന് ഒരു വെളുത്ത എലിയുമായിട്ട് സൗഹൃദത്തിലായി. They went off together for little excursions among the branches. അവർ രണ്ടുപേരും മരച്ചില്ലകൾക്കിടയിലൂടെ ചെറിയ ചെറിയ യാത്രകൾ നടത്തി. Few days later, the boy discovered that 3 baby squirrels were born. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 3 കുഞ്ഞു അണ്ണാറക്കണ്ണന്മാര് ജനിച്ച കാര്യം കുട്ടി കണ്ടെത്തി. All of them were white like their father, the white rat. എല്ലാവരും അവരുടെ അച്ഛൻ വെള്ള എലിയെ പോലെ വെളുത്തവരായിരുന്നു. Activity number 7. A single banyan tree creates such beauty and harmony. How will it be if we have such a beauty everywhere? What should we do for the conservation of nature? Discuss.
ഒരൊറ്റ ആൽമരം തന്നെ ഇത്രമാത്രം സൗന്ദര്യവും അതേപോലെ തന്നെ ജീവികൾക്കിടയിൽ ഐക്യവും രൂപപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ എല്ലായിടത്തും ഈ രീതിയിലുള്ള സൗന്ദര്യമുണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം മനോഹരമായിരിക്കും. ഈ പ്രകൃതിയുടെ സംരക്ഷണത്തിന് നാം എന്ത് ചെയ്യണം? ആൻസർ: There are numerous ways in which we can protect our environment and conserve. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനും പരിരക്ഷിക്കാനും ധാരാളം വഴികളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് റീസൈക്ലിംഗ്. Recycle everything you can and try to buy reusable and biodegradable products as much as possible. പരമാവധി എല്ലാ കാര്യങ്ങളും റീസൈക്കിൾ ചെയ്യുക, പുനർചംക്രമണം നടത്തുക, എന്നിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വാങ്ങുകയോ അല്ലെങ്കിൽ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന വിധത്തിലുള്ള വസ്തുക്കൾ പരമാവധി വാങ്ങുക. റെഡ്യൂസ് വാട്ടർ കൺസംപ്ഷൻ. രണ്ടാമത്തേത് വെള്ളത്തിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക എന്നുള്ളതാണ്. വാട്ടർ ഈസ് ലൈഫ്. ക്ലീൻ ഫ്രഷ് വാട്ടർ tends to become more and more precious as time goes by, and if we do nothing to save it in future, water will be more precious than gold. It's therefore crucial for us to do whatever we can to save water and prevent water pollution. ജലം ജീവനാണ്. ശുദ്ധമായ ജലം കൂടുതൽ മൂല്യമുള്ളതായിട്ട് വരികയാണ്. ഈ ഒരു ജലത്തെ നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ ഭാവിയിലെ വെള്ളം സ്വർണത്തേക്കാൾ വില കൂടിയതാവും. അതുകൊണ്ട് തന്നെ ജലമലിനീകരണം തടയാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. കമ്പോസ്റ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ്. A few composting bins in the garden represent an excellent opportunity to avoid littering, at the same time being a reliable source of natural manure for your vegetable garden. നമ്മുടെ തോട്ടത്തിൽ കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1-2 പാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ അത് മലിനീകരണം തടയുകയും അതേസമയം തന്നെ നമ്മുടെ വെജിറ്റബിൾ ഗാർഡന് വേണ്ട ജൈവ വളം സൃഷ്ടിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം. നെക്സ്റ്റ്, ഗ്രോ വെജിറ്റബിൾസ് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ദ വെജിറ്റബിൾസ് വി ഈറ്റ് ടുഡേ ആർ ഗ്രോൺ വിത്ത് കെമിക്കൽസ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. നമ്മൾ ഇപ്പോൾ കഴിക്കുന്ന പല വെജിറ്റബിൾസും പല കെമിക്കലുകളും അതേപോലെ തന്നെ കീടനാശിനികളും അടിച്ച് കൃഷി ചെയ്യുന്നവയാണ്. ഇഫ് യു പ്ലാന്റ് യുവർ ഓൺ വെജിറ്റബിൾസ് യു വിൽ ഹാവ് ഓർഗാനിക് ഫുഡ് ഓഫ് എക്സലന്റ് ക്വാളിറ്റി. നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസ് കൃഷി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ബെനിഫിഷ്യൽ ഫോർ യുവർ ഹെൽത്ത് ആൻഡ് ദി എൻവയറൺമെന്റ്. അത് നിങ്ങൾക്കും നമ്മുടെ പ്രകൃതിക്കും ഉപകാരപ്രദമാവും. നെക്സ്റ്റ്, ആക്ടിവിറ്റി 8. The story Adventures in a Banyan Tree portrays the happy childhood of the writer blended with enchanting nature. വശ്യമനോഹരമായ പ്രകൃതിയിൽ എഴുത്തുകാരൻ തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചതിനെ വർണ്ണിക്കുകയാണ് ഈ ഒരു കഥ ചെയ്യുന്നത്. Can the future generation enjoy such a beautiful life? വരും തലമുറയ്ക്ക് ഇത്ര മനോഹരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുമോ, ആസ്വദിക്കാൻ പറ്റുമോ? Analyze the following pictures and identify the environmental issues portrayed in them. താഴെ തരുന്ന ചിത്രങ്ങൾ പഠിച്ച് വിശകലനം ചെയ്തുകൊണ്ട് ഏതൊക്കെ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് അവയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് പറയുക. The first one, you see a picture there. A man is cutting down a tree. Someone is felling a tree. Issue deforestation ആണ്, വനനശീകരണമാണ്. വാട്ട് ഈസ് ദ ഡ്രെഡ്ഫുൾ ഇമ്പാക്ട് ഓഫ് ദിസ്? ഇതിന്റെ ഭീകരമായ അനന്തരഫലം എന്താണ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഹാംഫുൾ ടു ഹ്യൂമൻസ് ആസ് വെൽ ആസ് ആനിമൽസ്. ഇങ്ങനെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് മനുഷ്യനും അതേപോലെ തന്നെ മൃഗങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും ദോഷകരമാണ്. പീപ്പിൾ നെഗ്ലക്ട് ദ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ഇറ്റ്. ഇതിന്റെ ദോഷഫലങ്ങളെ ജനങ്ങൾ അവഗണിക്കുന്നു. ദ ബാലൻസ് ഓഫ് അവർ നേച്ചർ വിൽ ബി ഡിസ്ട്രോയ്ഡ്. നമ്മുടെ പ്രകൃതിയുടെ താളം തെറ്റാൻ ഇത് കാരണമാകും. സെക്കൻഡ് ഇഷ്യൂ, ചിത്രങ്ങളിൽ എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് ശ്രദ്ധിച്ചു നോക്കുക. തീർച്ചയായിട്ടും ഇത് ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്. അന്തരീക്ഷ മലിനീകരണമാണ് ഇവിടെ കാണിക്കുന്നത്. എൻവയറൺമെന്റൽ പൊല്യൂഷൻ. ഹൗ ദിസ് വിൽ അഫക്റ്റ് ദി എൻവയറൺമെന്റ്? ഇറ്റ് ഡിസ്ട്രോയ്സ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ,
results in the destruction of plants. ധാരാളം പ്ലാസ്റ്റിക് ഭൂമിയിൽ അടിഞ്ഞുകൂടുകയാണെങ്കിൽ ഇത് മണ്ണിന്റെ വളക്കൂറ് നഷ്ടപ്പെടുത്തുകയും അതേപോലെ തന്നെ മരങ്ങളുടെ നാശത്തിന് ഇടയാക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഇഷ്യൂ ഗ്ലോബൽ വാർമിംഗ് ആണ്. വാട്ട് ആർ ദ റീസൺസ് ആൻഡ് കോൺസിക്വൻസസ്? ഇതിന്റെ കാരണങ്ങളും അനന്തരഫലങ്ങളും എന്തൊക്കെയാണ് എന്നാണ്. കാർബൺ എമിഷൻ കോൺട്രിബ്യൂട്ട്സ് ടു ക്ലൈമറ്റ് ചേഞ്ച്. വാഹനങ്ങളിൽ നിന്നും മറ്റു യന്ത്രങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്ന കാർബൺ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്നു. വിച്ച് ക്യാൻ ഹാവ് സീരിയസ് ഇൽ ഇഫക്ട്സ് ഓൺ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ദെയർ എൻവയറൺമെന്റ്. അതേപോലെ തന്നെ അത് മനുഷ്യർക്കും അവരുടെ പ്രകൃതിക്കും ഒരുപാട് ദോഷഫലങ്ങൾ വരുത്തും. ഈ പറഞ്ഞവയൊക്കെ ഭൂമിക്ക് ഭീഷണിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വാട്ട് ആർ ദ പോസിബിൾ സൊല്യൂഷൻസ് ഫോർ ദീസ് ഇഷ്യൂസ്? ഇത്തരം പ്രശ്നങ്ങൾക്ക് പറ്റിയ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ്? പോയിന്റുകളാണ് എഴുതി വെക്കുന്നത്. എഫോറസ്റ്റേഷൻ ആണ് ഫസ്റ്റ് വൺ. എഫോറസ്റ്റേഷൻ മീൻസ് മരം വെച്ച് പിടിപ്പിക്കുക. Then encourage people to live in a way that doesn't hurt environment. പ്രകൃതിക്ക് കോട്ടം തട്ടാത്ത വിധത്തിലുള്ള ജീവിതം നയിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി. Do not use firewood to heat up your places. വിറക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ധാരാളമായിട്ട് അവ കത്തിക്കാതിരിക്കുക. Then avoid plastic carry bags. മറ്റൊന്ന് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഒഴിവാക്കുക. റിഡ്യൂസ് പ്ലാസ്റ്റിക് വേസ്റ്റ്. മറ്റു പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ നമ്മൾ പരമാവധി കുറയ്ക്കുക. ചൂസ് കാർഡ്ബോർഡ് ഓവർ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആൻഡ് ബാഗ്സ്. കൺട്രോൾ കാർബൺ എമിഷൻസ്. കാർബൺ പുറത്തേക്ക് വിടുന്നത് കുറയ്ക്കുക. മേക്ക് യുവർ ഹോം ആൻഡ് ഹൗസ് ഹോൾഡ് ഇക്കോ ഫ്രണ്ട്ലി. വീടും പരിസരവും പ്രകൃതി സൗഹൃദമാക്കുക. വാക്ക് ഓർ യൂസ് സൈക്കിൾ ഓർ യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട്. നടക്കുക അല്ലെങ്കിൽ സാധാരണ സൈക്കിൾ ഉപയോഗിക്കുക, അതുമല്ലെങ്കിൽ പബ്ലിക് വാഹനങ്ങളെ ആശ്രയിക്കുക. ഇവയൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന ഏതാനും പരിഹാര മാർഗങ്ങൾ. Let's learn about words. Activity 1. Pick out the words and phrases used to describe the fight of each warrior. കീരിയും ഓർക്കൻ പാമ്പും, രണ്ട് യോദ്ധാക്കൾ, അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഏതാനും വാക്കുകളും അതുപോലെ തന്നെ ഫ്രേസുകളും അത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രേസസ് മീൻസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഫസ്റ്റ് വൺ സ്നേക്ക്. ഏതൊക്കെ ഫ്രേസസ് ആണെന്ന് നോക്കാം. മൂവ്ഡ് സ്വിഫ്റ്റ്ലി. സ്വിഫ്റ്റ്ലി എന്നുള്ളതാണ് ഒന്ന്. സ്ട്രക്ക് വിത്ത് സ്പീഡ് ഓഫ് ലൈറ്റ്. സ്പീഡ് ഓഫ് ലൈറ്റ് എന്നുള്ളത് മറ്റൊന്നാണ്. സ്പ്രെഡ് ഈസ് ബ്രോഡ് സ്പെക്ടാക്കിൾഡ് ഹുഡ് മറ്റൊന്ന്. സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്. റൈദഡ് ആൻഡ് ലാഷ്ഡ് ഔട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ. ഇവയൊക്കെ അവരുടെ യുദ്ധത്തെ വിവരിക്കുന്ന വാക്കുകളാണ്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഇവ ആഡ്വേർബ്സ് ആണ്. പ്രവൃത്തിയെ വിവരിക്കുന്ന വാക്കുകളെയാണ് ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ മംഗൂസ്. മെയ്ഡ് എ ഫെയിന്റ് ടു വൺ സൈഡ്. darted so swiftly, pushed his tail, gripping it round the hood തുടങ്ങിയവയാണ് കീരിയുടെ പ്രവർത്തനത്തെ വിവരിക്കുന്ന വാക്കുകൾ. അടുത്തത് വേർഡ് കാർഡുകൾ ഉണ്ടാക്കാനാണ്. പ്രിപ്പയർ മോർ വേർഡ് കാർഡ്സ് ബൈ പിക്കിംഗ് വേർഡ്സ് ഫ്രം ദ ലെസൺ ആൻസർ. ഇവിടെ എടുത്തിരിക്കുന്ന ഒരു വാക്ക് ക്ലവർ ആണ്. അതിന്റെ കാറ്റഗറി ആഡ്ജക്റ്റീവ് ആണ്. ഏത് പാർട്സ് ഓഫ് സ്പീച്ചിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. അതിന്റെ സിനോണിംസ് intelligent, bright, smart, brilliant. Antonym stupid. Sentence using the word or synonym. As a child, he was clever and delicate. Sentence using antonym the word stupid. It was a stupid question, of course. An activity with the word clever, cleverer, cleverest, and cleverly. Activity 3. Read the following sentences. It was an old banyan tree. Old എന്നുള്ളത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, the tree was older than the house. Older. It was oldest banyan tree in the town. ഇപ്പൊ മൂന്ന് സെന്റൻസുകളിലെയും ഈ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾഡ്, ഓൾഡർ ആൻഡ് ഓൾഡസ്റ്റ്. ഇവ ആഡ്ജക്റ്റീവ്സ് ആണ്. ഓൾഡ് ആഡ്ജക്റ്റീവ്, ഓൾഡർ അതിന്റെ കമ്പാരറ്റീവ്, ഓൾഡസ്റ്റ്
അതിൻ്റെ സൂപ്പർലേറ്റീവ് ഫോം. അപ്പോൾ അത്തരം ആഡ്ജക്റ്റീവുകൾക്കൊക്കെ 3 രൂപങ്ങൾ ഉണ്ടാകും. ഇനി സെൻറ്റൻസ് 1. ദി ആഡ്ജക്റ്റീവ് ഓൾഡ് മിയർലി ടെൽസ് us that the banyan tree is old. ഒന്നാമത്തെ സെന്റൻസിലുള്ള ആഡ്ജക്റ്റീവ് ഓൾഡ് ഈ ആൽമരം പ്രായമുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇൻ ദ സെക്കൻഡ് സെന്റൻസ് ഓൾഡസ്റ്റ് ഈസ് യൂസ് ടു ടെൽ us that the tree is older than the house. രണ്ടാമത്തെ സെന്റൻസിലുള്ള ഓൾഡർ എന്നുള്ള വാക്ക് ആൽമരം വീടിനേക്കാൾ പ്രായമുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ സെന്റൻസിൽ ഓൾഡസ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ടെൽസ് us that the banyan tree is the oldest in the town. ഇതിലുള്ള ഏറ്റവും പഴയത് അതല്ലെങ്കിൽ പ്രായമുള്ളത് ആൽമരമാണ് എന്ന് പറയുന്നു. ഈ വാക്കുകൾക്ക് ചെറിയ അർത്ഥ മാറ്റങ്ങളുണ്ട്. ഓൾഡ് മീൻസ് പഴയത്, ഓൾഡർ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുന്നു, മറ്റൊന്നിനേക്കാൾ പ്രായമുള്ളത് എന്ന് പറയാം. ഓൾഡസ്റ്റ് സൂപ്പർലേറ്റീവ് ഫോം ആണ്, അത് ഏറ്റവും പ്രായമുള്ളത്. താഴെയുള്ള ബ്ലാങ്കുകൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. നോ അതർ ബേർഡ് ഈസ് ആസ് ക്ലവർ ആസ് ദ ക്രോ. 3 രൂപങ്ങൾ ആഡ്ജക്റ്റീവിന്റെ കമ്പാരേറ്റീവ് സൂപ്പർലേറ്റീവ് ഫോമുകളൊക്കെ തന്നിട്ടുണ്ട്. അതിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എടുത്തെഴുതുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, ദ ഗ്രേ മംഗൂസ് വാസ് ഡാഷ് ദാൻ ദ കോബ്ര. രണ്ടാമത്തേതിൽ മറ്റൊന്നിനേക്കാൾ അഗ്രസീവ് ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കമ്പയർ ചെയ്യാനാണ്. അതുകൊണ്ട് തന്നെ മോർ അഗ്രസീവ്. ദ ബനിയൻ ട്രീ വാസ് ദ ഡാഷ് പ്ലേസ് ഓൺ ദ റോഡ്. ആ പ്രദേശത്തെ റോഡിലെ ഏറ്റവും ബഹളമയമായ സ്ഥലമായിരുന്നു ആൽമരം എന്ന് പറയണം. അപ്പോൾ നോയ്സസ്റ്റ്. ദ കോബ്ര വാസ് സ്കിൽഫുൾ ഫൈറ്റർ. ഇവിടെ കമ്പാരിസണോ മികച്ചത് എന്നോ പറയാനില്ല, അതുകൊണ്ട് തന്നെ സ്കിൽഫുൾ. ദി ഈവനിങ് വാസ് ഹോട്ടർ ദാൻ ദ മോർണിംഗ്. അപ്പൊ 2 സമയങ്ങളെ കമ്പയർ ചെയ്യുകയാണ്. പ്രഭാതത്തെക്കാൾ ചൂടുള്ളതായിരുന്നു ഈവനിങ് എന്നാണ്, അതുകൊണ്ട് ഹോട്ടർ. The next question. The myna was as dash as the crow. ഇവിടെ ഒരു സിമിലി ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു കമ്പാരിസന്റെ ആവശ്യം വരുന്നില്ല. The myna was as contented as the crow. Next, 7th one. It was the worst fight of the snake with the mongoose. ഇപ്പോൾ ഇവിടെ സൂപ്പർലേറ്റീവ് ആണ് ആവശ്യം വരുന്നത്, നമുക്കറിയാം. അതിന്റെ ബ്ലാങ്കിന്റെ തൊട്ട് മുമ്പേ നിങ്ങൾക്ക് ദ എന്നുള്ള ആർട്ടിക്കിൾ കാണാം. സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുമ്പോൾ അവക്ക് മുമ്പേ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കും. It was the worst. The next, it was one of the unforgettable vacations the boy had. അപ്പൊ ഇവിടെ ഒരുപാട് അൺഫോർഗറ്റബിൾ വെക്കേഷൻസ് കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അവയിൽ അത്തരം മറക്കാനാവാത്ത വെക്കേഷനുകളിൽ ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ one of the unforgettable. Grandfather is the dash member of the family. ഫാമിലിയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ഗ്രാൻഡ്ഫാദർ ആയിരുന്നു എന്നാണ്. അപ്പോൾ എൽഡസ്റ്റ്. The last one, the mongoose darted in as dash as the cobra. കോബ്രയെ പോലെ തന്നെ അതിവേഗത്തിൽ കീരി മൂവ് ചെയ്തു എന്നാണ് പറയേണ്ടത്. അപ്പൊ as swiftly as the cobra അതൊരു സിമിലിയാണ്. as swiftly. ഈ വൊക്കാബുലറി ആക്ടിവിറ്റിയെ കുറിച്ച് സംശയമുള്ളവർ താഴെ കമന്റ് ബോക്സിൽ അവരുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. അതിനുള്ള ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ആയിട്ട് തന്നെ അവിടെ നൽകുന്നതാണ്. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.